ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ടീച്ചർ ഹൃദയ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇത് ശരിക്കും ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. അതായത് ബെത്തനി ഹാമിൽട്ടണ് തന്നെ പറ്റിയ ഒരു സ്റ്റോറിയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഓക്കെ, 2003 ഒരു 14 ഫുട്ട് നീളമുള്ള ഒരു ടൈഗർ ഷാർക്ക് എന്ത് ചെയ്തു, പുള്ളിക്കാരത്തെ അറ്റാക്ക് ചെയ്തു. അതിനെ ബേസ് ചെയ്തുണ്ടായ കഥകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. നമുക്ക് നോക്കാം. ഇമാജിൻ ദ വൺ തിങ് ദാറ്റ് യു ലവ് ടു ഡു ദ മോസ്റ്റ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം മനസ്സിലാലോചിക്കുക. നൗ ഇമാജിൻ ഔട്ട് ഓഫ് നൗ വെയർ സംതിങ് ഹാപ്പൻസ് ആൻഡ് യു റിയലൈസ് യു മേ നെവർ ബി ഏബിൾ ടു ഡു ഇറ്റ് അഗെയിൻ. എന്നിട്ട് ചില സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ആ ഒരു ഏറ്റവും നിങ്ങളെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കുന്ന ആ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ഹൗ വുഡ് യു ഫീൽ? നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുക? സാഡ്, ആംഗ്രി, ഷെൽ ഷോക്ക്ഡ്? നിങ്ങൾക്ക് സങ്കടം വരുമോ, അതോ ദേഷ്യപ്പെടുമോ, അതോ നിങ്ങൾ തകർന്ന് നിൽക്കുമോ? ഫോർ 13-year-old ബെത്തനി ഹാമിൽട്ടൺ ദ ആൻസർ വാസ് ഓൾ ഓഫ് ദ എബോവ്. 13 വയസ്സുള്ള ഹാമിൽട്ടണ് അന്ന് ഉത്തരം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതെല്ലാം ഉണ്ട് എന്നായിരുന്നു. എന്താണ് മക്കളെ സർഫർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ടൊരു ഗെയിം കളിക്കുമായിരുന്നു, സബ്വേ സബ്സ് എന്ന് പറഞ്ഞ്. ഓർമ്മയുണ്ടോ? ആ, സബ്വേ സബ്സിനകത്ത് ഉള്ള ആ സ്കേറ്റിംഗ് ബോർഡ് പോലെ നമ്മളുടെ കടലുകളിൽ തിരമാലകളെ എന്ത് ചെയ്ത് ഇങ്ങനെ വേവ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സർഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരുന്നു ആ ഒരു സംഭവം നടക്കുന്നത്. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ. എനിക്ക് ഒരു വാർണിംഗും കിട്ടിയിരുന്നില്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻറ്റ് ഓഫ് ഡേഞ്ചർ ഓൺ ദ ഹൊറൈസൺ. ഹൊറൈസണിൽ നിന്ന് പോലും, അതായത് ചക്രവാളത്തിൽ നിന്ന് പോലും എനിക്കൊരു ക്ലൂ പോലും കിട്ടിയില്ല. എന്താണ് മക്കളെ ഹൊറൈസൺ? അതായത് നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ ആകാശവും കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ. അതായത് നമ്മൾ സൺസെറ്റ് ഒക്കെ പോകുമ്പോൾ അവിടെ ഒരു ലൈൻ കാണില്ലേ, അതിനെയാണ് പറയുന്നത് എന്ത്? ഹൊറൈസൺ എന്ന് പറയുന്നത്. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വാട്ടറിന് വലിയ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭയങ്കര ശാന്തവുമായിരുന്നു. It was more like swimming in a pool rather than the deep ocean waters in Kauai, Hawaii, where I go almost every morning to surf with my friend Alana Ballinger or other girls on the Hanalei Girls Surf Team. അതായത് വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നത്? സ്വിമ്മിംഗ് പൂൾ ഫീലിലായിരുന്നു കിടന്നിരുന്നത്. ഓഷ്യൻ എന്ന് പറയുന്നതോ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള ഓഷ്യനായിരുന്നു. ഹവായ് എന്ന് പറഞ്ഞാൽ, ഹവായ് എന്ന് പറയുന്ന ഒരു ഐലൻഡും ഹവായ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിനെയാണ് പറയുന്നത് കേട്ടോ. ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ചേർന്നിട്ടുള്ളൊരു സ്റ്റേറ്റാണ് ഹവായ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ, അലാന ബാലൻജാനിൻ്റെ കൂടെ പുള്ളിക്കാരത്തി എന്തിനു പോകുമായിരുന്നു? സർഫ് ചെയ്യാൻ പോകുമായിരുന്നു. അലാന ബാലൻജാൻ ഇല്ലായിരുന്നെങ്കിൽ ആരുടെ കൂടെ ഒക്കെ പോകും? ഒരു ഹണീലി ഗേൾസ് സർഫ്, അവിടെ ഒരു ടീമുണ്ട്, ആ ടീമിൻ്റെ കൂടെ അവൾ പോകുമായിരുന്നു. ദ വേവ്സ് വെർ സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. വേവ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതും ഒട്ടും സ്ഥിരമല്ലാത്തതുമായിരുന്നു. അതായത് ചിലപ്പോൾ വലിയ വേവ് വരും, ചിലപ്പോൾ വേവ് വരില്ല, ചിലപ്പോൾ വലിയ വേവുകളിൽ വരും. ഓക്കെ, ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ് വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിങ് ഇൻ കൂൾ വാട്ടർ. അപ്പം ഞാൻ ആ ഓഷ്യനിൽ എൻ്റെ കൈ വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. എൻ്റെ റൈറ്റ് ഹാൻഡ് നോസ് ഓഫ് ദ ബോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ കൂർത്തിരിക്കുന്ന ആ ഭാഗത്ത്, എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ഏത് കൈ? റൈറ്റ് കൈ. ആൻഡ് ലെഫ്റ്റ് ഹാം ഡാംഗ്ലിങ് ഇൻ കൂൾ വാട്ടർ. ലെഫ്റ്റ് കൈ എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിലിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ റിമെമ്പർ തിങ്കിങ് ഐ ഹോപ്പ് ദ സർഫ് പിക്കിംഗ് അപ്പ് വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്ന് തന്നെ ഞാൻ ഓർക്കുകയാണ്, ഒരു കാര്യം അവിടെ സംഭവിച്ചു. എന്തോ ഒരു സാധനം ഇങ്ങനെ എന്ത് ചെയ്യാണ്? സർഫിനെ വന്ന് ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. ആൻഡ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്താണ്? ഒരു ഫ്ലാഷ് പോലെ ഒരു ഗ്രേ കളറിലെ സാധനം ഇങ്ങനെ നീങ്ങിപ്പോയി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇറ്റ്സ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. അത്ര മാത്രമേ ചെയ്തുള്ളൂ, ഒരുപാട് സമയം നിർത്തില്ല. ഒരു 2 സെക്കൻഡ് കൊണ്ട് കാര്യം തീർന്നു. ഐ ഫെൽറ്റ് എ ലോട്ട് പ്രഷർ ആൻഡ് കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ്. അപ്പോൾ എനിക്കെന്താണ്? ഭയങ്കരമായൊരു പ്രഷറും അതുപോലെ തന്നെ എന്താണ് ഒരു ഡേഞ്ചറസ് അറ്റാക്ക് ഫീല് എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്തു. ഐ കുഡൻ മേക്ക് ഔട്ട് എനി ഓഫ് ഡീറ്റെയിൽസ്. എനിക്ക് ഒരു കാര്യവും മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ഹാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയായിരുന്നു, എൻ്റെ ആ ഇടത് കൈയും അതുപോലെ തന്നെ എൻ്റെ ബോർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇങ്ങനെ എന്ത് ചെയ്തു? ആ മാസീവ് ടൈഗർ ഷാർക്ക് എന്ത് ചെയ്തിരുന്നു? അത് കടിച്ചിരുന്നു, അത് പിടിച്ചെടുത്തിരുന്നു എന്ന്. ഇറ്റ്സ് ഫണ്ണി. ശരിക്കും അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആംസ് ബിറ്റൺ ഓഫ് വുഡ് റിയലി ഹർട്ട്. നിങ്ങൾ വിചാരിക്കും ഒരു ഷാർക്ക് വന്നിങ്ങനെ നമ്മുടെ കൈ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? നന്നായി വേദനിക്കുമെന്ന്. ബട്ട് ദർ വാസ് നോ പെയിൻ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഒരു പെയിനും ഉണ്ടായിരുന്നില്ല. ഐ ഫെൽ പ്രഷർ ആൻഡ് കൈൻഡ് ഓഫ് ജിഗിൾ തഗ്
ജിഗിൾ ജിഗിൾ തഗ് വിച്ച് ഐ നോ നൗ വാസ് ദ ടീൽ. അപ്പോൾ എനിക്ക് അന്നേരം ഫീൽ ചെയ്തത് ഒരു ജിഗിൾ ജിഗിൾ തഗ്, ഒരു വലിച്ച് വലിച്ച് നീങ്ങുന്ന ഒരു തരത്തിലുള്ള ഇത് മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലാവുന്നു അതെന്താണ് അവരുടെ പല്ലായിരുന്നു എന്ന്. ദേ ഹാവ് സെറേറ്റഡ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് സ്റ്റീക്ക് നൈഫ് ആൻഡ് ദേ സോർ ത്രൂ ദ ബോർഡ് ആൻഡ് മൈ ബോൺസ് ആസ് ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ. എന്താണ് അത് ഭയങ്കര ഷാർപ്പായിരുന്നു, ഭയങ്കര മൂർച്ചയുള്ളതായിരുന്നു. അതുപോലെ എന്താണ് ആ ബോർഡിനെയും തുളച്ച് എൻ്റെ കയ്യെ എന്താണ്, എൻ്റെ കൈയല്ല എൻ്റെ ബോണിനെ എന്താണ് ടിഷ്യൂ പേപ്പർ പോലെ എന്ത് ചെയ്തു, ഗ്രാസ്പ് ചെയ്തെടുത്തു, അത് കടിച്ചെടുത്തു. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേണിംഗ് ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചുറ്റുമുള്ള വെള്ളം എൻ്റെ തന്നെ ബ്ലഡ് കാരണം എന്ത് ചെയ്തു, റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുന്നത്. ദെൻ ഐ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൺ ഓഫ് ഓൾമോസ്റ്റ് ടു ദ ഷോൾഡർ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈ എൻ്റെ ഷോൾഡറോളം വരെ എന്ത് ചെയ്തിരിക്കുകയാണെന്ന്, കടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണെന്ന്. ദർ വാസ് ജസ്റ്റ് എ 3 or 4 inch സ്റ്റബ് വെർ മൈ ലിം ഹാഡ് വൺസ് ബീൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്താണ് ഒരു 3-4 ഇഞ്ച് ഭാഗം മാത്രം എന്താണ് നേരത്തെ കൈ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി അത്രയും ഭാഗം മാത്രമേ എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബൈറൻ ആൻഡ് ഹോൾഡ്, അലാനസ് ബ്രദർ ആൻഡ് ഫാദർ, ഗോട്ട് ടു മീ ഇൻ എ ഫ്ലാഷ്. അതായത് പെട്ടെന്ന് തന്നെ അലാനയുടെ ബ്രദർ ബൈരനും അച്ഛനായിട്ടുള്ള ഹോൾട്ടും ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഹോൾസ് ഫേസ് വാസ് വൈഡ് ആൻഡ് ഹിസ് ഐസ് വെർ വൈഡ്. അച്ഛൻ്റെ മുഖം എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് തന്നെ എന്താണ് കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് പേടിച്ച് ഇങ്ങനെ നോക്കുകയാണ്. ഓ മൈ ഗോഡ് ഹീ സെഡ്. പെട്ടെന്ന് ഇങ്ങനെ വരുന്നതിൽ പേടിച്ചിട്ട് എന്ത് പറഞ്ഞു, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. ബട്ട് ഹീ ഡിഡിൻ ഫ്രീക്ക് ഔട്ട്. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല, പേടിച്ചില്ല. ഇൻസ്റ്റഡ് ഹീ ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ പുള്ളിക്കാരൻ നന്നായി ഡീൽ ചെയ്തു, പുള്ളിക്കാരൻ ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തു. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ് ആൻഡ് ഐ കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് as I lay on my board. അതായത് എന്നെ പുള്ളിക്കാരൻ എൻ്റെ ബോർഡിൻ്റെ ബാക്കിൽ പിടിച്ചിങ്ങനെ അതിലേക്ക് ഇട്ട് വലിച്ച് കരയിലേക്ക് ഇങ്ങനെ തള്ളി. അപ്പോൾ ഒരു വേവ് ഇങ്ങനെ വന്ന് എന്നെ വീണ്ടും ആ വേവ് എന്ത് ചെയ്തു, എന്നെ കരയിലോട്ട് തന്നെ തള്ളിവിട്ടു. Whatever emotions Holt, Byron, and Alana were feeling, they kept inside. Nobody panicked or lost their head. ഈ ഹോൾഡിൻ്റെയും ബയറിൻ്റെയും അലാനയുടെയും ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഇമോഷൻസും ഒക്കെ കടന്നു പോയിരുന്നാൽ പോലും അവരെന്നെ പാനിക്കാക്കാതെ, എന്നെ ഒട്ടും തന്നെ ടെൻഷൻ അടിപ്പിക്കാതെ അവരൊട്ടും മുഖത്തത് കാണിച്ചിരുന്നില്ല. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് നോട്ട് സ്പീയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പണിങ്. ഭയങ്കരമായിട്ട് എമിറ്റ് ചെയ്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നല്ലതുപോലെ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. Holt took off his long grey sleeve rash guard and tied it around the stub of my arm, really tight to act as a tourniquet. അതായത് അതായത് അലാനയുടെ ഫാദർ പെട്ടെന്ന് തന്നെ പുള്ളിക്കാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിയെടുത്തു. റാഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ അത്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന, ടീച്ചർ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ, ഈ കാണുന്ന ഫോട്ടോയിലുള്ളതാണ് റാഷ് ഗാർഡ്. ആ ഡ്രസ്സ് പെട്ടെന്ന് ഊരി എന്ത് ചെയ്തു, ആ കൈ പോയ ഭാഗത്ത് ഭയങ്കര ടൈറ്റ് ചെയ്ത് ഒരു ടോർണിക്കറ്റ് പോലെ, നമ്മൾ ബ്ലഡ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ സിസ്റ്റേഴ്സ് വന്ന് നമ്മുടെ കൈയുടെ മുകളിൽ ഒരു സാധനം കിട്ടും അല്ലേ, ഞാൻ ഫോട്ടോ കൊടുക്കാമേ, അതാണ് ടോർണിക്കറ്റ് എന്ന് പറയുന്നത്. Holt told me to keep talking to him to make sure that I didn't pass out in the middle of the ocean. ഹോൾഡിനോട് പറയാണ്, നീ സംസാരിച്ചുകൊണ്ടേയിരിക്കെ. എന്തിനാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഇങ്ങനെ ബോധം കെട്ട് പോകാതിരിക്കാൻ, ഞാൻ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ വാസ് ടോക്കിംഗ് ഓൾദോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട്, ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. അതായത് എനിക്ക് അന്ന് എന്താണ് സംസാരിച്ചതെന്നോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്കൊരു ഓർമ്മയുമില്ല. ഞാൻ ജസ്റ്റ് എന്നോട് ചോദിക്കുന്നതിന് മാത്രം എന്ത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, ആൻസർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നു. ഉറക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ഇൻ ദ സർജറി റൂം ദേ ഹുക്ക് മീ അപ് ടു ലോട്ട്സ് ഓഫ് മെഷീൻസ്. സർജറി റൂമിൽ എന്നെ കൊണ്ടുപോയപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ എന്ത് ചെയ്തു, ഒരു കുറേ മെഷീൻസിലോട്ട് എന്നെ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു വെച്ചു. ഹുക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റാച്ച് ചെയ്തു വെച്ചു. ഇറ്റ് വാസ് ഡോക്ടർ റോബിൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫുൾ സർജറി ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു ബോത്ത് മീ ആൻഡ് മോം ഹൗ ഹി വുഡ് ഡു ഇറ്റ്. അപ്പോൾ റോബിൻസ്കി എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു പുള്ളിക്കാരത്തി ട്രീറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സർജറിയും കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, എനിക്കും അമ്മയ്ക്കും ഒരേപോലെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സെന്നും കാര്യങ്ങളെന്നും എല്ലാം പറഞ്ഞു തന്നു. You have lost your arm, Bethany, he said gently. Now the focus is on saving your life. പുള്ളിക്കാരൻ വന്നിട്ട് ബെഥനിയോട് പറഞ്ഞ എന്താണ്, നിന്റെ കൈകൾ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബെഥനി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു കാര്യം, ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിന്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതിനാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മൈ മോം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം.
നമ്മുടെ അമ്മമാർ അങ്ങനെയാണല്ലോ, എന്തൊരു കാര്യം വന്നാലും നമ്മളുടെ കൂടെ തന്നെ നിൽക്കും. അതെ, അവിടെ ബെത്തനിയുടെ കൂടെയും അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്നു. മൈ ഡാഡ് വെന്റ് ഔട്ട് ടു ഡീൽ വിത്ത് വിസിറ്റേഴ്സ് ആൻഡ് എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ് ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ ആൻഡ് വെർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു, എന്തിലാണ് ഡീൽ ചെയ്യാൻ പോയതൊക്കെയായിരുന്നു. ആരെയൊക്കെ? വിസിറ്റേഴ്സിനെയും ഈ പറയുന്ന റിപ്പോർട്ടേഴ്സിനെയും. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ഓടി വരില്ലേ, അങ്ങനെ ഇവളുടെ കാര്യം അറിയാൻ വേണ്ടി വന്നവരെ എല്ലാവരെയും വേണ്ടി എന്ത് ചെയ്യണം, ഡീൽ ചെയ്യാൻ വേണ്ടി അച്ഛൻ തിരക്കായിരുന്നു. അവർക്ക് എല്ലാവർക്കും എന്ത് വേണമായിരുന്നു, ആ സ്റ്റോറി എന്ത് ചെയ്യണം, പുറം ലോകത്തെ അറിയിക്കണമായിരുന്നു. In the hospital, I would look over at the bandage stump where my arms used to be and think, now what? അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എൻ്റെ കൈ ചുറ്റി വെച്ചിരിക്കുന്ന ആ കൈ ബാൻഡേജിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനെയാണ് ഇങ്ങനെയാണ് ഇനി എൻ്റെ കൈകളിൽ ഇരിക്കാൻ പോകുന്നത്, ഇതാണ് ഇനി, ഞാൻ അതിനോട് യൂസ്ഡ് ആയി. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചിട്ട് ചോദിച്ചു, എന്താണ് നൗ വാട്ട്, ഇനി എന്താണ്? ഫോർ എ വൈൽ ഐ ഡൗട്ടഡ് വെദർ ഐ വുഡ് എവർ സർഫ് അഗെയിൻ. കുറച്ച് നേരത്തേക്ക് ഞാൻ എന്നെ തന്നെ സംശയിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താണ്, ഇനി എനിക്ക് ഒരിക്കലും സർഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ സംശയിച്ചു. എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 ആംസ് ടു സർഫ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2 കൈകൾ വേണം എന്ത് ചെയ്യാൻ, സർഫ് ചെയ്യാനായിട്ട്. ഐ ട്രൈ ടു ടെൽ മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറയാൻ ശ്രമിച്ചു, ഹേയ് ഐ ആം ഓക്കെ വിത്ത് ദിസ്. ഞാൻ ഇതുകൊണ്ട് വളരെയധികം ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. I mean, serving isn't everything, right? You will find something else to do to have fun. അപ്പോൾ എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, സെർവിങ് എന്ന് പറയുന്നത് എന്താണ്, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. എന്താണ്, നിനക്ക് സന്തോഷം കണ്ടെത്താൻ, നിനക്ക് ഫണ്ണാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ നീ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ സമാധാനിപ്പിച്ചു. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, ഐ ടോൾ മൈ ഡാഡ്. എനിക്ക് എന്താണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ആഗ്രഹം പറഞ്ഞു. That was my way of saying, listen, I know my surfing days are over. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അച്ഛനോടുള്ളൊരു ഒരു മുന്നോടിയായിട്ടുള്ളൊരു പറച്ചിലായിരുന്നു. എന്താണ് അച്ഛാ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർഫിങ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ജേർണി അവിടെ തീർന്നിരിക്കുകയാണ്. ഹി ജസ്റ്റ് നോഡഡ്, ഐ എം ഷുവർ യു വിൽ ബി, ആൻഡ് ട്രൈഡ് ടു സ്മൈൽ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് തല കുലുക്കിയിട്ട് മോളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, എൻകറേജ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്, നിന്നെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. എന്നിട്ട് എന്താണ്, ചിരി വരാതെ നിന്ന് ചിരിക്കാനായിട്ട് ശ്രമിച്ചു. ട്രൈ ടു സ്മൈൽ, ചിരി വരാൻ ശ്രമിച്ചു. ഹി ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ആസ് വെൽ. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന്. ബട്ട് ബൈ സാറ്റർഡേ ഐ ചേഞ്ച് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ് അഗെയിൻ. പക്ഷേ ശനിയാഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ആകെ മാറി. വീണ്ടും എന്തുകൊണ്ട് എനിക്ക് സർഫിങ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വന്നു. ഐ വാസ് ഫീലിംഗ് ബെറ്റർ, എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി, എൻ്റെ മനസ്സ് ഭയങ്കര മൂഡാപ്പൊക്കെ കുറഞ്ഞു. ആൻഡ് ദർ വർ സോ മെനി പീപ്പിൾ കമ്മിങ് ടു സീ മീ ആൻഡ് ഗിവ് മീ പെപ് ടോക്സ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വരികയും അതുപോലെ തന്നെ എനിക്ക് പെപ് ടോക്സ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്ന, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവ്രി വൺ. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഭയങ്കര ധീരയാണ്, ഭയങ്കര ധൈര്യശാലിയാണെന്നുള്ളൊരു ഫേസ് മാസ്ക് എന്ത് ചെയ്തിരുന്നു, ധരിച്ചിരുന്നു. ബട്ട് ഐ കാൺ പ്രിറ്റൻഡ് ഇറ്റ് ഡിഡിൻ ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. പക്ഷേ ചില സമയത്ത് അത് എന്ത് ചെയ്തിരുന്നില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, അത് പ്രിറ്റൻഡ് ചെയ്യാൻ, അഭിനയിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിരുന്നില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മീ ബാക്ക്. ഞാൻ എപ്പോഴാണോ ഗെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നത്, എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുമായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് പുള്ളി ചെയ്യുമായിരുന്നു. They were laid back as always. They never let me know their horror or see their pain or fear. അപ്പോൾ അവരെന്ന് പറയുന്നത് ശരിക്കും എന്നെ നന്നായി നോക്കിയിരുന്നു. അവരെന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് ഉണ്ടായ ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഈ കൈകളില്ലെന്നുള്ള ആ ഒരു ഹൊറർ ഫീലോ അവർക്കുള്ള സങ്കടമോ ഒന്നും തന്നെ എന്നെ എന്ത് ചെയ്തിരുന്നില്ല, അറിയിച്ചിരുന്നില്ല. തിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. തിമോത്തി ഭയങ്കര തമാശക്കാരിയായിരുന്നു. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. നോവ എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ടർ കൂടിയായിരുന്നു. They were so strong and that helped me be strong too. എന്താണ്, അവർ ഭയങ്കരമായ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. അതുകൊണ്ട് എന്നെയും എന്ത് ചെയ്യാൻ സഹായിച്ചു, അത് ഭയങ്കരമായി സ്ട്രോങ് ആക്കാൻ സഹായിച്ചു. ബിഫോർ ഐ ഗോ ഔട്ട് ടു ദ ഹോസ്പിറ്റൽ, ഇൻ ഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ, ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തായി മനസ്സിലായി, എന്താണ് ഇനിയിപ്പോൾ ഞാൻ സർഫിങ് ചെയ്യുന്നതിനുള്ള എത്രത്തോളം എനിക്ക് അതിന് പോസിബിൾ ആണെന്നും അത് എത്രത്തോളം എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഡൗട്ട്ഫുൾ ഫീലിലേക്ക് എനിക്കൊരു മനസ്സിലായി, എന്നെക്കൊണ്ട് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന്. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ മുഴുവൻ ഫാമിലിയും എൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായി തയ്യാറായിരുന്നു. അവരെന്നെ ഒരുപാട് സപ്പോർട്ടും ചെയ്തു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ ബോർഡ്, ബട്ട് ഐ ന്യൂ ദേ
felt my competitive days were over. അപ്പം അവരുടെ പാരൻസിന് ഉറപ്പായിട്ടും അറിയാമായിരുന്നു അവൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി അത് എന്ത് ചെയ്യും, ഈ ബോർഡിൽ കയറാൻ എന്തെങ്കിലും വഴി അവർ കണ്ടെത്തുമെന്ന്. പക്ഷെ അവർക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു എന്ത്, അവളുടെ കോമ്പറ്റേറ്റീവ് ഡേയ്സ്, കോമ്പറ്റീഷൻ ഇറങ്ങാനുള്ള കാര്യങ്ങളും അതെല്ലാം ഓവറായി തീർന്നു എന്നുള്ളത്. ബെത്നി, ഐ എം ഷുവർ യു വിൽ ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു. മൈ ഡാഡ് ടോൾ മീ. നിന്റെ മനസ്സിൽ നീ എന്ത് വിചാരിക്കുന്നു ആ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവളുടെ അച്ഛൻ അവരോട് സംസാരിച്ചു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള റഫ് ടൈംസ് ആയിരുന്നു അപ്പോൾ. എന്താ കാരണം? നെയ്തർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. 3 മാസമായിട്ട് അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം അവളുടെ വീട്ടിലും എന്തായിരുന്നു, റഫ് ടൈം ആയിരുന്നു. വിച്ച് പുട്ട് എ ബിഗ് ഫിനാൻഷ്യൽ ബേർഡൻ ഓൺ അവർ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ എന്തുണ്ടാക്കി, ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് അത് നീക്കി. My first indication that my life would never be same again came just as we leaving the hospital. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ ദിവസമാണ് എനിക്ക് എന്ത് മനസ്സിലായത്, എൻ്റെ ജീവിതം പഴയ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണെന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ എനിക്ക് അവിടെ നിന്നാണ് ആദ്യമേ കിട്ടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ഓഫ് മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മേസ് ഹാൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. അപ്പോൾ എന്താണ്, മെയിൻ എൻട്രൻസ് അതായത് ഫ്രണ്ട് ഡോർ വഴി പോകേണ്ടതിന് പകരം ഞങ്ങൾ പോയത് വളഞ്ഞു വഴിഞ്ഞ് ഒരു ഒരു ബാക്കിലൂടെയുള്ള വഴിയിൽ കൂടെയായിരുന്നു. ദർ വെർ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സ് വിത്ത് അസ്. ഹോസ്പിറ്റൽസിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് വെൻ വി ഗോ ടു ദ കാറിലേക്ക് നമ്മൾ കയറിയപ്പോൾ ദർ വെർ 2 കവായ് പോലീസ്മെൻ ഹു ഫോളോഡ് അസ് ടു ദ ഹൗസ് ഇൻ അനഹോല വെർ ഐ കണ്ടിന്യൂ ടു റിക്കവർ ഇൻ പ്രൈമസി. അപ്പോൾ എന്താണ്, ഞങ്ങൾ പോയ സമയത്ത് അവിടെ എന്താണ്, സെക്യൂരിറ്റിക്കാർ കൂടെ വരികയും 2 പോലീസുകാർ കൂടെ വരികയും അവരെന്ത് ചെയ്തു, ഞങ്ങളുടെ പ്രൈവസിയിൽ ഞങ്ങളിപ്പോൾ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. കാരണം ഇവരുടെ എല്ലാം ഒരു രീതിയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് താമസിക്കാൻ വേണ്ടി ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ ഫോളോ ചെയ്ത് 2 പോലീസ്മാൻ കൂടി കൊണ്ടുവിട്ടു. അതെവിടെയായിരുന്നു? അനഹോളയിലായിരുന്നു. മൈ പാരൻസ് എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് ദർ വാസ് എ മോബ് ഓഫ് TV പീപ്പിൾ ഈഗർലി വെയിറ്റിംഗ് ടു ഷോ മൈക്രോഫോൺസ് ഇൻ മൈ ഫേസ്. അപ്പോൾ അവരുടെ പാരൻസ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ്, ഒരുപാട് TV ആൾക്കാർ, ഒരു ക്രൗഡ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യാണ്, നിന്നെ TV കാണിക്കാൻ വേണ്ടി, നിന്റെ നേരെ മൈക്ക് ചൂണ്ടി നിന്നോട് സംസാരിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീങ് ഇൻ സ്പോട്ട്ലൈറ്റ്. ശരിക്കും എനിക്ക് ആ സ്പോട്ട്ലൈറ്റ് ഒരിക്കലും, ആ ഒരു പ്രശസ്തി എനിക്ക് എന്ത് ചെയ്തിരുന്നില്ല, ഒരിക്കലും ഞാൻ എൻജോയ് ചെയ്തിരുന്നില്ല. ബട്ട് ഐ എഗ്രി ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. പക്ഷേ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂകൾ ചെയ്യാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് കുറച്ച് ഉപകാരമാവുമല്ലോ എന്ന് കരുതി. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബെഞ്ച് ഇൻ എയർപോർട്ട്സ്, ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ എന്നെ ബീച്ചിൽ വെച്ചും അതുപോലെ തന്നെ എയർപോർട്ട്സിൽ വെച്ചും ഷോപ്സിൽ വെച്ചും റെസ്റ്റോറൻറ്റ് വെച്ചും എല്ലാം എന്നെ കാണാൻ വേണ്ടി വന്നു. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്. എൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫുകൾ ചോദിച്ചു. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം എൻ ഇൻസ്പിറേഷൻ. അവരെല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഞാൻ നല്ലൊരു ഇൻസ്പിറേഷൻ ആണെന്ന്. ഐ ആം ഇൻട്രപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ. ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വരെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ എന്ത് ചെയ്യാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ടോട്ടലി ബിസയർ. എന്താണ്, എനിക്ക് ശരിക്കും അതൊരു വിചിത്രമായിട്ട് തോന്നി. Being a top professional surfer would have brought me only a silver of this recognition and probably only within the Thai-net surfing community. അപ്പോൾ ഞാനൊരു പ്രൊഫഷണലായി ഞാൻ ഈ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു പോയനെ, ആ ഒരു പ്രൊഫഷണൽ ഗ്യാങ്ങിനുള്ളിൽ, ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു പോയനെ, ഒതുങ്ങിപ്പോയനെ. യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ. നീ ശരിക്കും ഇപ്പോൾ എന്താണ്, ഒരു സർഫർ എന്നതിലുപരി വേറൊരു ആളായി മാറിയിരിക്കുകയാണ്. ഫ്രണ്ട്സ് ടെൽ മീ. എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, യു ആർ ദ ബിയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡിൽ എ ബാഡ് ഡീൽ ഇൻ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. അതായത് ഇങ്ങനെ കഷ്ടതകൾ അനുഭവിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന നിന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് നീ ഒരു ഇൻസ്പിറേഷനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. ഞാനിപ്പോൾ സർഫ് പഠിക്കാൻ പോയപ്പോൾ എന്താണ്, ഞാൻ ആദ്യം തൊട്ട് സർഫ് പഠിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ ഈവൻലി വിത്ത് വൺ ആം. ഒരു കൈ കൊണ്ട് എങ്ങനെ തുഴയണം എന്ന് വരെ ഞാനിപ്പോൾ ആദ്യം തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ്, എന്നെ ഈ ഒരു വേവ് എന്നെ മുകളിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്ക് ടു ഗെറ്റ് മൈ ഫീറ്റ് റാദർ ദാൻ ഗ്രാബിങ് ദ സർഫ് ബോർഡ് റെയിൽ ദ വേ യു വുഡ് ഇഫ് യു ഹാവ് 2 ഹാൻഡ്സ്. അപ്പോൾ 2 ഹാൻഡ് കൊണ്ട് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ അവൾക്ക് ഹാൻഡ് ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് ഒരു കാല് കൊണ്ട് സെൻട്രൽ പോർഷനിൽ, ആ ബോർഡിൻ്റെ സെൻട്രൽ പോർഷനിൽ, ഡെക്ക് പോർഷനിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മറ്റേ കൈ കൊണ്ട് അത് എന്ത് ചെയ്തു, ഡൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡിൻ വർക്ക്. എൻ്റെ ആദ്യത്തെ 2 ശ്രമങ്ങളും ഒരിക്കലും വർക്ക് ചെയ്തില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്. എനിക്ക് ആ വേവിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉയർന്ന് പൊങ്ങാനായി പറ്റിയില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുകയാണ്, എനിക്ക് ശരിക്കും അത് വിഷമമായി.
എൻകറേജ് ചെയ്താണ് എല്ലാവരും വിട്ടതെങ്കിലും അതെനിക്കൊരു ഡിസ്കറേജ് ആണ് തന്നത്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. അത് ഭയങ്കര സിമ്പിൾ ആയിരിക്കുമെന്ന്, എനിക്ക് ഈസിയർ ആയിരിക്കും, എനിക്ക് അറിയാവുന്നതായതുകൊണ്ട് എനിക്ക് ഈസിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ് ബെത്നി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ വെള്ളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അവിടെ നിന്ന് ഷൗട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിർത്തല്ലേ മോളെ, നീ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, നീ ഒരു ട്രൈയും കൂടി കൊടുക്കും, ദിസ് വൺ വിൽ ബി ഇറ്റ്. സോ ഐ ഡിഡ്. അപ്പം നിൻ്റെ ഈ വരുന്ന തിര നിൻ്റെതായിരിക്കും, നീ അത് ചെയ്ത് നോക്കും. നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയല്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യത്തില്ലേ. ദെൻ ഇറ്റ് ഹാപ്പൻ. അങ്ങനെ അത് സംഭവിച്ചു. എ വേവ് റോൾ ത്രൂ, ഐ കോട്ട് ഇറ്റ്, പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. പെട്ടെന്ന് തന്നെ ഒരു വ്യൂ വന്നിങ്ങനെ റോൾ ചെയ്തു. ആൻഡ് എൻ്റെ കാലുകൊണ്ട് എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റി, പുഷ് ചെയ്ത് കയറ്റാൻ പറ്റി. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി, എൻ്റെ നിലയുറപ്പിച്ച് എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റി. ഐ ഗസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വയേർഡ് ആഫ്റ്റർ ദാറ്റ്. അങ്ങനെ പരിശ്രമത്തിന് ശേഷം എനിക്ക് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ് എവറിത്തിങ് വാസ് ഈസി. എപ്പോഴാണ് എൻ്റെ കാലുകൾ ഉറപ്പിച്ച് എനിക്ക് നിൽക്കാൻ പറ്റിയത്, പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിസ്ക്രൈബ് ദ ജോയ് ഐ ഫെൽറ്റ് ആഫ്റ്റർ ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് റോഡ് എ വേവ് ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദ അറ്റാക്ക്. ആ അറ്റാക്കിന് ശേഷം ഞാൻ ആ ഒരു ഫസ്റ്റ് വേവിനെ എന്നെ കൺട്രോൾ ചെയ്ത് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പോലും എനിക്ക് അറിയില്ല. അങ്ങനെയല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും. ഐ വാസ് ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. ഭയങ്കരമായ ഒരു സന്തോഷവും താങ്ക്ഫുൾനെസ് എല്ലാം എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്തു. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സം ടൈംസ് ടെൽ മീ യു വിൽ നെവർ സർഫ് അഗെയിൻ. എൻ്റെ ഉള്ളിലുള്ള ഒരു ടൈനി ഡൗട്ട്, ഒരു ചെറിയ സംശയം എന്നോട് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, നീ ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, സർഫ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല, വാസ് ഗോൺ ഇൻ വൺ വേവ്. ഒരൊറ്റ വേവ് കൊണ്ട്, ഒരൊറ്റ തിരമാല കൊണ്ട് ആ ഒരു കാര്യം എനിക്ക് മാറ്റി എഴുതാൻ പറ്റി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ് ഐ ഫെൽറ്റ് ഇയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്. എൻ്റെ ശരീരം മുഴുവനും വെള്ളത്താൽ അതായത് നനഞ്ഞ് നിൽക്കുമായിരുന്നെങ്കിൽ കൂടിയും എൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് സന്തോഷത്തിൻ്റെ കണ്ണുനീർ എൻ്റെ ഫേസിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു, എൻ്റെ മുഖത്തേക്ക് കൂടി ഇങ്ങനെ ഒഴുകി. എന്താണ് അതിനർത്ഥം? ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നോക്കുക. നമ്മളെക്കൊണ്ട് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പറ്റും. ആരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞ സാധനം, അതായത് സ്വന്തമായി നമ്മളെക്കൊണ്ട് പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, സംശയിക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റും, എല്ലാവരെ കൊണ്ടും എല്ലാ കാര്യങ്ങളും പറ്റും. നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യാനും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.